ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ജയശീലന്മാരായ 10 കോടി പ്രമുഖന്മാരും ഒന്നിച്ച് കിഴക്കേ വാതിൽക്കൽ കുമുദനെത്തി. മഹാപരാക്രമികളും ശക്തരുമായ പ്രഗസനും പനസനും അനേക കേശന്മാരാൽ ആവൃതരായി കുമുദനെ സഹായിക്കാനെത്തി. വാനരമുഖ്യനായ ശതബലി 20 കോടി സൈന്യങ്ങളോടൊന്നിച്ച് തെക്കേ ഗോപുരത്തിൽ തടുത്തുനിന്നു. 60 കോടി പടകളെയും കൂട്ടി താരാപിതാവ് സുഷേണൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ സഹായത്തിനെത്തി. ശ്രീരാമലക്ഷ്മണന്മാർ നിൽക്കുന്ന വടക്കേ വാതിൽക്കലേക്ക് കപിമന്നവനായ സുഗ്രീവൻ ചെന്ന് തടുത്തുനിന്നു. ഗജതുല്യം ഉരുണ്ട് നീണ്ട് കരുത്തുള്ള വാലും ഭീമാകാരവും അമേയ വീര്യവുമുള്ള ഗവാക്ഷൻ 1 കോടി പേരുമൊത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഒരു ഭാഗം കാത്തുനിന്നു. ശത്രുമർദ്ദനം അതിപരാക്രമിയുമായ ഋക്ഷവരൻ ധൂമ്രൻ 1 കോടി വൃക്ഷങ്ങളോടൊത്ത് സ്വാമിയുടെ മറുവശം നിലയുറപ്പിച്ചു. മഹാവീരനും ഊർജിതനുമായ വിഭീഷണൻ ഉഗ്രഗതയുമെടുത്ത് അമാത്യന്മാരോടുകൂടി സശ്രദ്ധം ദേവന്റെ ഒന്നിച്ചു തന്നെയുണ്ട്. ഗജൻ, ഗവാക്ഷൻ, ശരഭൻ, ഗന്ധമാദനൻ എന്നീ യൂതപമുഖ്യന്മാർ എല്ലായിടത്തും സഞ്ചരിച്ച് വാനരസേനയെ കാത്തു. ശ്രീരാമചന്ദ്രൻ്റെ സൈന്യസജ്ജീകരണം കണ്ട രാക്ഷസേശ്വരൻ രാവണൻ സ്വന്തം പടയ്ക്ക് പുറപ്പെടുവാൻ ആജ്ഞ കൊടുത്തു. രാവണന്റെ നാവിൽ നിന്ന് വീണ കൽപ്പന കേട്ടപ്പോഴേക്കും ഭീകരഘോഷത്തോടെ നിശാചരന്മാർ ആർത്ത് ഒരുങ്ങി. ചന്ദ്രമണ്ഡലം പോലെ വെള്ളവട്ടോടുകൂടിയ ഭേരികളിൽ സ്വർണ്ണക്കോലുകൾ കൊണ്ട് രാക്ഷസന്മാർ ഘോര ശബ്ദം മുഴക്കി. ആയിരക്കണക്കിൽ ശംഖുനാദം മുഴങ്ങി. മല പോലെ വലിപ്പമുള്ളവരും കാർക്കൊണ്ടൽ പോലെ കറുത്തവരും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവരുമായ നക്തഞ്ചരന്മാർ തൂവെള്ള നിറമുള്ള ശംഖുകൾ ഊതുമ്പോൾ വെള്ളിൽ പക്ഷികളോടും ഇടിമിന്നലോടും കൂടിയ കാർമേഘങ്ങൾ പോലെയായി. ചന്ദ്രോദയത്തിൽ വാരാശിയിലെ വേലിയേറ്റം പോലെ സന്തുഷ്ടരായ രാക്ഷസപ്പടകൾ രാവണ നിർദ്ദേശമനുസരിച്ച് പുറപ്പെട്ടു. അതുകണ്ട വാനര സൈന്യം എല്ലായിടത്തു നിന്നും ആർത്തു വിളിച്ചു. പർവ്വത പ്രാന്തങ്ങളുടെ ഗുഹാന്തർഭാഗത്തെല്ലാം മാറ്റുലി കൊണ്ടു. ബലിഷ്ഠപ്പടയാളികളുടെ സിംഹനാദങ്ങൾ പെരുമ്പറകളുടെയും ശംഖത്തിൻ്റെയും ശബ്ദത്തോടും ആനകളുടെ ചിഹ്നവിളി, അശ്വസമൂഹങ്ങളുടെ ചിനക്കൽ എന്നിവയോടും തേരുകളുടെ ഉരുൾനാദത്തോടും അരക്കന്മാരുടെ ആർപ്പുകളോടും കൂടി ഭൂമിയും ആകാശവും അർണവവും മുഴങ്ങിത്തുടങ്ങി. വാനരന്മാരും നിശാചരന്മാരും ഇടഞ്ഞു. പണ്ട് ദേവാസുരന്മാർ തമ്മിലുണ്ടായ കൊടിയ രണം പോലെ ഉജ്ജ്വലങ്ങളായ ഗദകൾ, ശൂലങ്ങൾ, വേലുകൾ, വെൺമഴുക്കൾ എന്നീ ആയുധങ്ങളെ അവരവരുടെ മഹാവിക്രമങ്ങളെ ഉദ്ഘോഷിച്ചുകൊണ്ട് അസുരന്മാർ ഉപയോഗിച്ചു. വൻവൃക്ഷങ്ങൾ, പർവ്വതശിഖരങ്ങൾ, പല്ലുകൾ, നഖങ്ങൾ എന്നിവയെ കൊണ്ട് കൂറ്റന്മാരായ കുരങ്ങന്മാർ ആശരന്മാരെ നിഗ്രഹിച്ചു തുടങ്ങി. ഞങ്ങളുടെ തമ്പുരാൻ സുഗ്രീവൻ വിജയിക്കുന്നു എന്ന മഹാശബ്ദം സർവത്ര ഉയർന്നു. മതിലിൽ നിൽക്കുന്ന ചില രാക്ഷസന്മാർ സ്വന്തം പേരുകൾ ഉച്ചരിച്ച് വിക്രമങ്ങളെ വർണ്ണിച്ച് തങ്ങളുടെ തമ്പുരാൻ വിജയിക്കട്ടെ, ജയിക്കട്ടെ എന്നിങ്ങനെ ഉദ്ഘോഷിച്ച് ശൂലങ്ങൾ, ഭിന്ദിപാലങ്ങൾ തുടങ്ങിയ ഉഗ്രായുധങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിൽക്കുന്ന വാനരന്മാരെ ഭേദിച്ചു. രോഷാന്തരായ കപികൾ മതിലിന്മേൽ ചാടിക്കേറി രാക്ഷസന്മാരെ താഴെ വീഴ്ത്തി. ഇങ്ങനെ അരക്കന്മാരും വാനരന്മാരും തമ്മിലുണ്ടായ സങ്കരം മാംസരക്തച്ചളി ഭൂമിയിൽ നിറച്ചു കഴിഞ്ഞു. അതികൂറ്റന്മാരായ വാനരന്മാർ ഇത്തരത്തിൽ അടരാടാൻ തുടങ്ങിയപ്പോൾ അസുരപ്പടയ്ക്ക് അതിദാരുണമായ കോപം വേഗത്തിൽ വർദ്ധിച്ചു. തങ്കക്കോപ്പുകൾ അണിഞ്ഞ കുതിരകൾ, അഗ്നിജ്വാലകൾക്ക് തുല്യങ്ങളായ ധ്വജങ്ങൾ, ആദിത്യ സദൃശമായ രഥങ്ങൾ, മനോഹരങ്ങളായ ചാട്ടവാറുകൾ ഇങ്ങനെ 10 ദിക്കുകളും മുഴക്കിക്കൊണ്ട് നിശാചര പ്രമുഖന്മാർ പുറപ്പെട്ടു. രാവണന് വിജയമേകുന്ന ഘോരകർമ്മങ്ങളാണ് അരക്കന്മാർ. ജയം കുതിക്കുന്ന ഹരിവരന്മാർ അതിശക്തിയോടെ പാഞ്ഞേറ്റു. കാമരൂപികളായ നക്തഞ്ചരന്മാരും സുദൃഢ ബലശാലികളായ വാനരന്മാരും തമ്മിൽ തുടർന്ന് നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. മുക്കണ്ണനായ പുരാരിയോട് യമൻ എന്ന പോലെ ബാല്യപുത്രനായ അംഗദനോട് അസുരേശ്വരപുത്രനായ ഇന്ദ്രജിത്ത് അത്യുഗ്രമായി ഏറ്റുമുട്ടി. അജയനായ രാക്ഷസൻ പ്രജംഗനോട് ആയോധനത്തിൽ ദുസ്സഹനായ സമ്പാദിയും ജംബുമാലിയോട് പവനാത്മജനായ ഹനുമാനും യുദ്ധത്തിൽ പെരുത്ത് ശക്തിയാർന്ന മിതജ്ഞനോട് രാവണാനുജനായ വിഭീഷണനും അരക്കരയിൽ പ്രമുഖനായ തപനനോട് അനൽപബലവാനായ ഗജനും അതിതേജസ്വിയായ നികുംബനോട് നീലനും പ്രഗസൻ എന്നവനോട് വാനരരാജ സുഗ്രീവനും വിരൂപാക്ഷൻ എന്ന ഘോരനോട് ശ്രീയേറിയ ലക്ഷ്മണനും ദുരാദർശനായ അഗ്നികേതു
നിശാചര പ്രമുഖനായ രശ്മികേതു, സുപ്തഘ്നൻ, യജ്ഞഗോപൻ എന്നിവർ ശ്രീരാമചന്ദ്രനോടും വജ്രമുഷ്ടി, അഗ്നിപ്രഭൻ എന്നീ നിശാചരന്മാർ മൈന്ദനോടും ധിവതനോടും ഘോരനും വീരനും രണദുർജയനുമായ പ്രതപനൻ, ഉഗ്രബലശാലികളായ നളനോടും ധർമ്മനന്ദനായ സുഷേണ വാനരമുഖ്യൻ ഭയങ്കരനായ വിദ്യുന്മാലിയോടും എതിരിട്ടു. ഇതുപോലെ തന്നെ ഗിരിതുല്യരായ വാനരന്മാർ അസുര പ്രമുഖന്മാരോടുകൂടി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. പലരോടും കൂടി പലരും കൂടിച്ചേർന്നു. രോമാഞ്ചം ഉണ്ടാകത്തക്ക ഒരു കൂട്ടം പെരുമ്പടയാണ് ജയകാംക്ഷികളായ വാനര രാക്ഷസന്മാർ തമ്മിലുണ്ടായത്. കേശജാലങ്ങളാകുന്ന പുൽപടർപ്പുകളും ദേഹങ്ങളാകുന്ന ചങ്ങാടങ്ങളും കൂടി രക്തനദികൾ പല വഴിക്കും കപിരാക്ഷസന്മാർ ഒഴുക്കി. ശത്രുസൈന്യങ്ങളെ അതിവേഗം അന്തകാലയത്തിലേക്ക് അയക്കുന്ന അംഗദകുമാരനെ ഇന്ദ്രജിത്ത് ഘോരമായൊരു ഗദ കൊണ്ട് ദേവേന്ദ്രൻ വജ്രത്താൽ എന്ന പോലെ താടിച്ചു. പോരിൽ ഊക്കേറിയ ബാലീനന്ദനൻ ഇന്ദ്രജിത്തിൻ്റെ പൊന്നണിഞ്ഞ സുധാശ്വങ്ങളെ രഥത്തോടുകൂടി അടിച്ചുടച്ചു. പ്രജംഘൻ്റെ 3 ശരങ്ങൾ കൊണ്ട സമ്പാതി കയ്യിലുള്ള മരുതുകൊണ്ട് ആ അസുരവരൻ്റെ ദേഹം ഛിന്നഭിന്നമാക്കി. രഥാതിരൂഢനായി വന്ന് ശാസ്ത്രാസ്ത്രങ്ങൾ വർഷിക്കുന്ന ജംബുമാലി തേരിലുള്ള വേൽ ഹനുമാന്റെ മാറിലേക്ക് ചാട്ടി. മുറിഞ്ഞ വക്ഷസോടെ മാരുതി അടുത്തു. മറ്റൊരു പ്രഹരത്താൽ തേരും കുതിരയും സൂതനും ജംബുമാലിയും യമസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഭയങ്കരനായ പ്രതപനൻ നളനോട് ആർത്തടുത്തു. കൈക്കരുത്തും വേഗതയുമുള്ള നളൻ അരിയുടെ കണ്ണു രണ്ടും വീഴ്ത്തി നിഗ്രഹിച്ചു. കൈവേഗത അധികമുള്ള പ്രഗസന്റെ കൂരമ്പുകൾ സുഗ്രീവന്റെ ശരീരത്തിൽ അനേകം മുറിവുകൾ ഉണ്ടാക്കി. വാനര സൈന്യങ്ങളെ വിഴുങ്ങുന്നവനെ പോലെ ഭീകര രൂപത്തിൽ കുതിച്ചു കയറുന്ന പ്രഗസനെ വാനര രാജാവ് വലിയൊരു പാല കൊണ്ട് അടിച്ചു പിളർന്നു വധിച്ചു. അതിഘോരമായ ആകൃതിയിൽ അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടാണ് വിരൂപാക്ഷൻ അടുത്തത്. ഉജ്ജ്വലാഭനായ ലക്ഷ്മണന്റെ ഒരു ശരമേ വേണ്ടി വന്നുള്ളൂ വിരൂപാക്ഷന്റെ ജീവനറ്റു വീഴുവാൻ. ദുർദർശനായ അഗ്നികേതു, നിശാചര വീരനായ രശ്മികേതു, വീരന്മാരായ സുപ്തഘ്നൻ, യജ്ഞകേതു എന്നീ 4 നക്തഞ്ചരന്മാർ ഇടതടവില്ലാതെ തൂകുന്ന ബാണങ്ങൾ ശ്രീരാമദേവന്റെ ദേഹത്തിൽ അനേകം മുറിവുകളുണ്ടാക്കി. ദേവന്റെ കടക്കണ്ണൊന്ന് ചുകന്നു. അഗ്നിജ്വാല വമിക്കുന്നത് പോലെയുള്ള 4 ശരങ്ങൾ കോദണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടു. 4 പേരുടെയും ശിരസറ്റ് വീണു. നെടുന്തൂൺ പൊട്ടി വീഴുന്ന മോന്തായം പോലെ അശ്വങ്ങളും തേരും സൂതനും ഒന്നിച്ച് വജ്രമുഷ്ടി അടർക്കളത്തിൽ മൈന്ദന്റെ ഒരൊറ്റ മുഷ്ടിപ്രഹരത്താൽ വീണ് നിശ്ചലനായി തീർന്നു. നീലാഞ്ജന തുല്യനായ നീലനെ നികുംബൻ കൂരമ്പുകൾ കൊണ്ട് കീറി. കാർക്കൊണ്ടലിൽ സൂര്യരശ്മികൾ പതിച്ചതുപോലെ വാനരസേനാനായകന്റെ ദേഹത്തിൽ രക്തം ചീന്തി. വീണ്ടും 100 ബാണങ്ങൾ ഒപ്പം നികുംബൻ വർഷിച്ചു. നീലനെ നോക്കി ഉച്ചത്തിൽ ചിരികൂട്ടി. സാഹസിയായ നീലൻ തേർചക്രം ഊരിയെടുത്ത് അതുകൊണ്ട് തന്നെ സൂതന്റെ മസ്തകം പിളർന്നു. തേരും സൂതനും അശ്വങ്ങളും പോയ നികുംബൻ പെട്ടെന്ന് പിന്മാറി. പ്ലവകേന്ദ്രനായ ദ്വിവിധൻ അശനി തുല്യമായി അശനിപ്രഭനെ അടിച്ചു. ഗിരിശൃംഗമാണ് ദ്വിവിധന്റെ ആയുധം. അശനിപ്രഭൻ ഇടിത്തി പോലെയുള്ള അസ്ത്രജാലങ്ങൾ വർഷിച്ചു തുടങ്ങി. അതേറ്റപ്പോൾ അതികോപിഷ്ഠനായ ദ്വിവിധ വാനര പ്രമുഖൻ ഒരു പൈൻ വൃക്ഷം പറിച്ചെടുത്ത് അശ്വങ്ങളോടും തേരോടും കൂടിയ അശനിപ്രഭനെ കാലന്നൂർക്കയച്ചു. തേരിലേറി വന്ന വിദ്യുന്മാലി പൊന്നണിഞ്ഞ അമ്പുകൾ ആ കർണാന്തം വലിച്ച് സുഷേണനിൽ അയച്ചു തുടങ്ങി. അതിഭയങ്കരമായി അലറി. രഥാതിരൂഢനായിരിക്കുന്ന അസുരവരനെ കണ്ട സുഷേണൻ വലിയൊരു ശൃംഗം എടുത്ത് രഥത്തെ തകർത്തു. അഭ്യാസചതുരനായ വിദ്യുന്മാലി തേരിൽ നിന്നും പെട്ടെന്ന് ഒരു ഗദയുമെടുത്ത് ഭൂമിയിലേക്ക് ചാടി. അതുകണ്ട കവീന്ദ്രൻ അതിരുഷ്ടനായി ഒരു പെരും പാറയുമെടുത്ത് അവൻ്റെ നേരിട്ട് പാഞ്ഞണഞ്ഞു. അടുത്തു വരുന്ന സുഷേണന്റെ മാറിൽ ഗദയുണ്ട് നിശാചരൻ ആഞ്ഞടിച്ചു. കൊടിയ ഗദാപ്രഹരത്തെ നിസാരമാക്കിയ സുഷേണൻ കയ്യിലുള്ള വൻപാറക്കല്ല് അസുരന്റെ മാറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. കല്ലേറു തട്ടിയ നിശാചരൻ വിദ്യുന്മാലി ചതന്നരഞ്ഞ നെഞ്ചോടുകൂടി ഭൂമിയിൽ ജീവനറ്റു വീണു. അതിശൂരന്മാരായ വാനരന്മാർ ഇങ്ങനെ നിശാചര ശ്രേഷ്ഠന്മാരെ ആ ദ്വന്ദ്വയുദ്ധത്തിൽ സംഹരിച്ചു. മുറിഞ്ഞു കിടക്കുന്ന വാൾ, ഗദ, വേൽ, തോമരം, പട്ടസങ്ങൾ തുടങ്ങിയവയും ചിതറിയ തേരുകളും അംഗങ്ങൾ മുറിഞ്ഞ് വേർപെട്ട പടക്കുതിരകളും പാറക്കല്ലുകൾ പോലെ കിടക്കുന്ന മഥയാനകളുടെ ജഡങ്ങളും വാനരന്മാരും രാക്ഷസന്മാരും ചതഞ്ഞും പൊട്ടിത്തകർന്നും കിടക്കുന്ന
തേർചക്രങ്ങൾ, നുകങ്ങൾ മുതലായവകളും കൊണ്ട് യുദ്ധഭൂമി മുഴുവൻ മൂടി. അതിഭീഷണമായ രണക്കളത്തിൽ കുറുക്കന്മാർ നിറഞ്ഞു. കപികളുടെയും രാക്ഷസന്മാരുടെയും കബന്ധങ്ങൾ ഉയർന്ന് നൃത്തം തുടങ്ങി. ദേവാസുര പടകളെപ്പോലെ ഉള്ളതായിരുന്നു ആ ഭയങ്കര യുദ്ധം. കവിവ്യാഘ്രന്മാർ പിളർന്ന് രക്തം ചിന്തുന്ന ദേഹത്തോടുകൂടി നക്തഞ്ചരന്മാർ സൂര്യാസ്തമയത്തെ പ്രതീക്ഷിച്ച് കാത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഉഗ്രയുദ്ധത്തിന് തയ്യാറായിട്ട്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.